പാതയോരം ഇന്നിരുട്ടു വീണ നേരം കാൽപ്പറിഞ്ഞ മണ്ണു പോലെയുള്ളിലെന്നു ഓർമ്മയാ. നെഞ്ചകം തിരഞ്ഞതാ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസം ധനുഷ്കോടി മാത്രം കവർ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. മധുര എടുക്കണം എന്നുള്ളൊരു ഇത് ക്യാൻസൽ ചെയ്തു, നേരെ ധനുഷ്കോടി മാത്രം കവർ ചെയ്യാം. ഇതാണ് നമ്മുടെ രാമേശ്വരത്തിലത്തെ റൂം. എങ്ങനെയുണ്ട്? ഇതാണ് കോട്ടേജിന്റെ പേര് കേട്ടോ, വീരലക്ഷ്മി കോട്ടേജ്. AC എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ പുറത്തിറങ്ങി പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലഗേജ് ഒക്കെ സെറ്റ് ചെയ്ത് വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടിയിലെ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഇന്നലെ കാണിക്കാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് വെളിച്ചത്തിൽ കുറച്ച് ഭംഗിയോട് കൂടിയിട്ട് എല്ലാം കണ്ട് അവിടെ ആസ്വദിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ സൂര്യൻ ഏകദേശം ഉദിച്ച് വന്നിട്ടുണ്ട്. എന്താ റോഡിലെ ഒഴിഞ്ഞടക്കുന്ന റോഡ്, വലിയ തിരക്കൊന്നുമില്ലാതെ മോർണിംഗത്തെ കാഴ്ചകൾ കാണാൻ വന്നവർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇതാ അരിച്ചൽമുന 13 കിലോമീറ്റർ. യെസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അരിച്ചൽമുനയിലേക്കാണ്. ഈ അരിച്ചൽമുന എന്ന് പറയുന്നതാണ് എൻഡ് ഓഫ് ദ റോഡ്, അതായത് രണ്ട് സമുദ്രങ്ങളും കൂടെ കൂടിച്ചേരുന്ന റോഡാണ്, എൻഡാണ്. രാവിലത്തെ നല്ല മനോഹരമായ കാഴ്ചകൾ രണ്ട് സൈഡും എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സൈഡിൽ ബേ ഓഫ് ബംഗാൾ ആണെങ്കിൽ ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതിൻ്റെ നടുവിലൂടെ നമ്മൾ ബൈക്ക് കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കടൽ, രണ്ട് സൈഡിലുള്ള കടലുകൾ നമ്മൾ പിന്നോട്ട് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ അതാ സൂര്യൻ ഏകദേശം ഉദിച്ച് ഇവിടെ എത്തുന്നുള്ളൂ. എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ ഒരു ഹോപ്പ് വെച്ച് എല്ലാവരും മുന്നോട്ട് പോവാം. ഈ റോഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മസ്റ്റായിട്ട് ഈ റോഡ് ഒരു വട്ടെങ്കിലും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലോസ് ആയിരിക്കും. ഭയങ്കര ലോസ്. അങ്ങനെ ദാ രാവിലത്തെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. നമ്മളിതാ ധനുഷ്കോടിയുടെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 8 വർഷം മുന്നേ വന്നപ്പോൾ ഇത്രയും തിരക്കില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു മോർണിംഗ്. അതിന് കാരണം നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഫ്ലഡ് ഉള്ള സമയമായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ടൈം. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുടെ കുറവുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ എൻഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എൻഡിലെത്തിയപ്പോൾ തന്നെ കിട്ടിയൊരു കാഴ്ച കേട്ടോ, അടിപൊളി ബെസ്റ്റ് വ്യൂ. കടലും കുറച്ച് ആളുകളും അതിൻ്റെ അപ്പുറത്തൊരു ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നേരെ ആകാശം, എല്ലാം കൂടെ ഉള്ളൊരു ഷോട്ട് അടിപൊളിയായി തോന്നി. ഇതാ രാവിലെ ഇവിടെ വന്ന് കുറച്ച് നേരം ഈ കടലിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ തന്നെ എന്താ ഫീൽ എന്നറിയോ? ഇത്ര മനോഹരമാണ് ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്നാൽ കിട്ടുമല്ലേ. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. ഞാൻ കാണുന്ന കാഴ്ച നിങ്ങൾക്കും കൂടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇതൊക്കെ നോക്കിയേ, എന്ത് രസാ. കുറച്ചു നേരം നമുക്ക് ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ട് നിൽക്കാട്ടോ.
ആളുകളെല്ലാം ഓരോ സ്ഥലത്തു നിന്ന് ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയവരാണ്. ആ കൂട്ടത്തിൽ നമ്മളും. എല്ലാവരുടെ ആഗ്രഹവും ഒന്നായി ഇവിടെ ചേരുന്നു. ഇത് 2018 ഞാൻ ബുള്ളറ്റ് കൊണ്ട് വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അതേപോലത്തെ ഒരു ഫോട്ടോ എനിക്ക് ശിവ വീണ്ടും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ പോസ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിക്ക് എടുത്തതാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ നമ്മുടെ പഴയ ധനുഷ്കോടി സിറ്റിയിലേക്ക് പോകാമെന്ന് കരുതി. കാണുന്നതാണ് ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡിന്റെ ഹോവർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. ഒരു എയർ കുഷൻ വെഹിക്കിളാണ്, ACV എന്ന് അറിയപ്പെടുന്ന സംഭവം. ഇത് വെള്ളത്തിലൂടെ മാത്രമല്ല കേട്ടോ, ലാൻഡിൽ കൂടെയും മഡ് കൂടെയും ഐസ് കൂടെയും എല്ലായിടത്തു കൂടെയും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ പെട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നല്ല രസമല്ലേ അത് കാണാൻ. അങ്ങനെ കുറച്ചു നേരം കൂടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വിട്ടോ. അങ്ങനെ രാവിലത്തെ ധനുഷ്കോടിയിലെ ചുറ്റുമുള്ള കാഴ്ചകൾ, ഇന്നലെ കാണാൻ പറ്റാത്ത കാഴ്ചകൾ ഇന്ന് എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല. പ്രശ്നങ്ങൾ എല്ലാവരുടെയും കൂടപ്പിറപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷേ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിലാണ് കാര്യം. എന്ത് രസമല്ലേ ഈ വ്യൂ ഒക്കെ കാണാൻ. വെറുതെ അല്ല ബൈക്കേഴ്സ് റൈഡ് ദ സോൾ എന്നൊക്കെ പറയുന്നത്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ധനുഷ്കോടി. ഇടയ്ക്കൊക്കെ നമ്മൾ ആരാന്നും എന്താന്നും നമ്മൾ ആരായിരുന്നു ഇനി ആരാവണമെന്നൊക്കെ ആലോചിച്ചിട്ടൊരു എത്തുംപിടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. കുറേയൊക്കെ നമ്മളോട് തന്നെ സംസാരിക്കാം, അപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. ഒരു കാലത്ത് നമ്മൾ അളന്നിരുന്നത് സ്കോർ ബോർഡ് വെച്ചിട്ടായിരുന്നു, മാർക്ക് ലിസ്റ്റ് സ്കോർ ബോർഡ് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ നേരെ മാറി സ്കോർ ബോർഡ് ഉണ്ട്, പക്ഷേ പണത്തിൻ്റെ സ്കോർ ബോർഡ് വെച്ചിട്ടായിരിക്കും പലരും നമ്മളെ അളക്കുന്നുണ്ടാവുക. പക്ഷേ പഠിപ്പിൻ്റെ സ്കോർ ബോർഡായാലും പണത്തിൻ്റെ സ്കോർ ബോർഡായാലും അംഗസംഖ്യകളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായ കാര്യം നമ്മുടെ വയസ്സിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയസ്സ് കൂടി വരുന്നുണ്ട്. സോ ലീവ് ദ പ്രസൻറ്റ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ്. ആരോ എന്തോ പറഞ്ഞോട്ടെ, മൊമെൻറ്റ്സ്, ഓരോ മൊമെൻറ്റ്സും നമ്മൾ കളക്ട് ചെയ്യാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഓരോ മൊമെൻറ്റ്സാണ്. ഒരുപാട് വർഷം കഴിഞ്ഞാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ചാനലിൽ ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ മെമ്മറീസൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും, ഒന്ന് ഇറക്കാൻ പറ്റും. അതാണ് എനിക്ക് വേണ്ടത്. ഇതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഓരോ മൊമെൻറ്റ്സാണ്. ഇതൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നത്. ബി ഹാപ്പി. കുറച്ചു നേരം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കടലമ്മയും നമ്മളോട് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ കുറച്ച് ശാന്തമായിട്ട് കടലിൻ്റെ ഇത് മാത്രം കേട്ടുകൊണ്ട് അങ്ങനെ നിന്നുപോയി. നമ്മളാരും അത്ര നല്ലവരല്ല, എന്നാലോ അത്ര മോശക്കാരുമല്ല. എല്ലാവരും അവരുടേതായ രീതിയിൽ സാഹചര്യം മൂലം ഓരോ വേഷം കെട്ടേണ്ടി വരുന്നതാണ്. അതിൽ പലരും ഒരു നോർമൽ മിഡിൽ ക്ലാസ് മാനാണ്. ഞാൻ അതിൽ പെടുന്ന ഒരാളാണ്. സോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി, അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലുള്ളൊരു ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാനൊക്കെ. സോ നമുക്ക് എപ്പോഴും നമ്മളൊരു ആഗ്രഹത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പല റെസ്പോൺസിബിലിറ്റീസ് കാരണം നമുക്കൊരു പിൻവലിവ് എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ പിൻവലിവ് എന്ന് പറയുന്നതിൽ നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുത്ത് മുന്നിലേക്ക് വരുന്നു അവിടെ നമ്മുടെ ആഗ്രഹം സഫലമാകും എന്ന് കരുതി നമ്മളെപ്പോഴും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടണം എന്നല്ല. ഇതാണ് പഴയ ധനുഷ്കോടി സിറ്റി. അവിടുത്തെ പള്ളിയാണത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായ ഒരു പള്ളിയാണ്, ചർച്ചാണ് ഈ കാണുന്നത്. 1964 ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ വന്നവരും ഇവിടെ ഉള്ളവരും അങ്ങനെ
ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ മഹാദുരന്തം സംഭവിച്ചൊരു ദിവസമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തിന് ഗോസ്റ്റ് സിറ്റി എന്ന പേര് വന്നൊരു സമയം. എന്തായാലേ അത്രേ ഉള്ളൂ കാര്യം. ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. അതൊക്കെ ഇങ്ങനെ കാറ്റിൽ പറത്തിവിടാൻ തോന്നും. കാരണം ഇവിടെ ഇവർ സർവൈവ് ചെയ്യാൻ കാണിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അണ്ണൻ്റെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ അവർ പറയുന്നുണ്ടല്ലോ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അതായത് ഇവിടെ നിലനിൽപ്പാണ് അവരുടെ പ്രശ്നം എന്നാണ് പറഞ്ഞത്. ഇവിടെ വിട്ടു പോകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് പഴയ ധനുഷ്കോടി ഓൾഡ് സിറ്റി. 1964 ഓൾഡ് പോസ്റ്റ് ഓഫീസും രാമർ ടെമ്പിളും മെഡിക്കൽ കോളേജും എന്തിന് റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റി ഒരു ദിവസം കൊണ്ട് ഒരു ഗോസ്റ്റ് സിറ്റിയായി മാറി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചയും കൂടെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഏകദേശം കടലിന്റെ നടുവിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെ കിട്ടും. കാരണം അത്രയും അടുത്താണ് നമ്മുടെ ഓരോ അലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇവിടേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റിയിരുന്നു, ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സേഫ്റ്റിയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും. എന്താ ഭംഗിയില്ലേ. അപ്പോൾ ആരെയും നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. കാരണം ഈ സമൂഹത്തിൽ നമ്മൾ വേദന പുറത്ത് കാണിച്ചാൽ നമ്മൾ വീക്കാണെന്നും അതേ വേദന കടിച്ചു പിടിച്ച് നിന്ന് പുറത്ത് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് കല്ലാമെന്നും പറയുന്ന സമൂഹത്തിൻ്റെ ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. നമ്മൾ മനോഹരമാവുന്ന ഇടങ്ങളും നമ്മളാൽ മനോഹരമാവുന്ന ഇടങ്ങളിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മുടെ കൂടെ ഉള്ളവരും. അങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ്സാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും ടെൻഷൻസും വർക്ക് പ്രഷേഴ്സും എല്ലാം ഉള്ളവരാണ്. അതൊക്കെ മറക്കാൻ ഈ യാത്ര ഭയങ്കര ഒരു തെറാപ്പിയാണ് കേട്ടോ. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് യുവാക്കൾ ലഹരിക്കും പല രാസവസ്തുക്കൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഇതിലാണ് ലഹരി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കുറച്ച് അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണത്. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മളെ ഹെൽത്ത് കേടുവരുത്തിയിട്ട് നമ്മുടെ ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഒറ്റ കാര്യമില്ലല്ലോ. നമ്മുടെ ഹെൽത്ത് ഉണ്ടെങ്കിലേ വെൽത്ത് ഉള്ളൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് കോദണ്ഡരാമർ ടെമ്പിളിലേക്കാണ്. കോദണ്ഡരാമർ ടെമ്പിളിന്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണനെ വധിച്ചതിന് ശേഷം രാവണന്റെ സഹോദരൻ വിഭീഷണരെ നമ്മുടെ ശ്രീരാമസ്വാമി ഇവിടെ വെച്ചാണ് പട്ടാഭിഷേകം നടത്തിയിട്ടുണ്ടായിരുന്നത്. 2 സൈഡും കടൽ, അതിന്റെ നടുവിൽ കൂടെ ഒരു പാലത്തിലൂടെ റോട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ചെന്നെത്തുന്നതാണ് കോദണ്ഡരാമർ ടെമ്പിൾ. അതാണ് ലാസ്റ്റ് പോയിന്റ്. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. കാരണം ചുറ്റും കടലിന്റെ നടുവിലൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വഴി ഒഴികെ ബാക്കിയെല്ലാം കടലായി നമുക്ക് തോന്നും. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവയെല്ലാം. ഇവിടുത്തെ തന്നെ ധനുഷ്കോടിയിലെയും രാമേശ്വരത്തെയും ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടേക്ക് സന്ദർശിക്കുന്നത് അത്രയും വർത്തായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇന്ന് ഏകദേശം അവസാനിക്കുകയാണ്. ഇന്നത്തെ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാം പഴയതുപോലെ. നമ്മുടെ വർക്ക്, വീട്, അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ആർക്കൊക്കെയോ വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം പോലെ തോന്നിപ്പോകുന്നൊരു ജീവിതം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാപ്പിനെസ് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഉള്ള ടൈമിൽ നമുക്ക് നമ്മളെ ഹാപ്പിയാക്കുന്ന പലതും ചെയ്യാൻ നോക്കുക. അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ഏകദേശം കോദണ്ഡരാമർ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് രസം നോക്കിയേ, നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ രാമേശ്വരം ധനുഷ്കോടി റൈഡ് ഏകദേശം അവസാനിക്കാം. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീടെത്താൻ പറ്റുള്ളൂ. നാളെ മുതൽ വർക്കിന് പോകേണ്ടവരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നിമിഷം ഈ ഹെൽമെറ്റിനുള്ളിൽ ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്.
ഞാനായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ജാലിയായിട്ടിരിക്കുക. അപ്പൊ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം വണക്കം വണക്കം. ഓക്കെ, ബൈ. മഞ്ചിനായി